നമസ്കാരം. തെരഞ്ഞെടുപ്പാണ്. വോട്ട് ചെയ്ത് സാറേ ഇതാന്ന് വീട്, ഇതാന്ന് വോട്ട്. അപ്പുറം കയ്യാലിൻ്റെ അപ്പുറം ഇത് കാലങ്ങളായിട്ട് കാണുന്നതാണ്. വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത് 18 ലക്ഷം. അപ്പൊ അതുവരെ നമ്മൾ കണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം, ജനാധിപത്യ രാജ്യം. ആ രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം. അപ്പം വോട്ട് ചെയ്തു. വോട്ട് സന്തോഷമാണ്. എല്ലാം എൻ്റെ വാർഡ് 6-ാം വാർഡ്. 6-ാം വാർഡിൻ്റെ പ്രത്യേകത ആദ്യമായിട്ട് BJP സ്ഥാനാർത്ഥി ഉണ്ട്. ഒരു ചരിത്രം അതല്ല കണ്ട ചരിത്രം ഇല്ല, ഇതുവരെണ്ടായില്ല. ആദ്യമായിട്ട് അങ്ങനെ നമ്മളെ വാർഡിൽ ഉണ്ടാവണം. ആയിക്കോട്ടെ, എല്ലാ സ്ഥാനാർത്ഥി ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും തെറ്റില്ല. എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവണം. നല്ലത് ചെയ്താൽ മതി, അത്രയും ആഗ്രഹം. എല്ലാ നല്ല കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നമ്മുടെ ഇലക്ഷൻ വിജയിച്ചിട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാം. ഇപ്പൊ നമ്മൾ ഒരു മെമ്പർ വിജയിച്ചു കഴിഞ്ഞാല് അത് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് അത് ആരില്ല, എല്ലാ വാർഡിന് വേണ്ടിയിട്ടാവണം വികസനം നടത്തേണ്ടതെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആണ് സംഭവം. അല്ലാണ്ട് അവർക്ക് വേണ്ടി മാത്രമോ അല്ല ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമോ ചെയ്യരുത്. അതെല്ലാവർക്കും വേണ്ടി ചെയ്യണം. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർ കാര്യം പൊളിറ്റിക്സ് നോക്കരുത്. ജയിപ്പിക്കുന്നത് നോക്കണ്ട. അത് ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ജയിപ്പിക്കും. അല്ലെങ്കിൽ ഒരു പാർട്ടി, പല പാർട്ടികളുണ്ട്, അവരിൽ അതിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കാണാതെ അവരെ എല്ലാ സഹായ സഹകരണം ചെയ്യണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന പറയാനുള്ളത്. അത് ഞാൻ ഷൂട്ടിംഗ് ആയിരുന്നു. ഇന്നലെ വരെ ഷൂട്ടിംഗ് ആയിരുന്നു. വലിയ സിനിമ ചെയ്യുന്നുണ്ട്, പിന്നെ ചാനലിലെ പരിപാടി ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ഷനല്ലേ, ലോകത്തെ കാടി ഉണ്ടെങ്കിൽ ഓടി വരും. അത് നമുക്കിതാ എപ്പോൾ ചെയ്യാൻ പറ്റും. കൊല്ലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലോ. അത് ഇടക്കല്ലേ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് വരാം പറയാൻ പറ്റുമല്ലോ. അപ്പം ഇലക്ഷന് വേണം. നമ്മളെ അവകാശം ചെയ്യാതെ വന്നത് അത് ഭയങ്കര സന്തോഷമാണ് ഈ ദിവസം. അതായത് നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞു. നല്ലത് ചെയ്തവർക്കാണോ ഇപ്പോഴത്തെ വോട്ട്? തീർച്ചയായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് കറക്റ്റാ. അത് അങ്ങനെ ഞാൻ കൊടുത്തത്. എനിക്ക് തോന്നുമല്ലോ വികസനം. തീർച്ചയായും വികസനമുണ്ട്. വികസനത്തിന്റെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും ഒരു സംശയമില്ല. അപ്പൊ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ വോട്ട് കൊടുത്തത്. ഓരേ സാറേ, നിലവില് നല്ല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല ജനങ്ങൾക്ക് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ജീവിക്കാൻ വേണ്ടി നല്ല ചുറ്റുപാടുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, ജോലികൾ എല്ലാം ഉണ്ട്. ഒന്നും മോശമൊന്നുമില്ല. എല്ലാ രീതിയിലും ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ട്, ദാരിദ്ര്യ കഷ്ടപ്പാടൊന്നും ഇല്ല. നമ്മൾ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കട്ടെ, ഒരു വിഷയം അങ്ങനെ ഇല്ല. അപൂർവ സംഭവിക്കുന്ന ശരിയായി വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പഴയ പോലെ നല്ല മാറ്റങ്ങൾ. ശബരിമല ഞാൻ അയ്യപ്പനെ കാണാൻ പോകുന്നല്ലേ, അത് ഇടക്കിടക്ക് പോകും. അയ്യപ്പനെ കണ്ടു, അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങളെ പോലെ ചാനൽ അറിവൊന്നും സന്തോഷം. അവരെന്റെ മാധ്യമപ്രവർത്തകർ പ്രിയപ്പെട്ടവരാണ്. അത് ചോദിച്ചു എന്നോട് ആളെന്താ ബുദ്ധിമുട്ടുണ്ടോന്ന്. ചില ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ സാധാരണ അയ്യപ്പന്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ വീരഭദ്ര ക്ഷേത്രത്തിലോ അല്ല മുച്ചിലോട്ടോ അല്ല അവിടെ തിരുവനന്തപുരം അമ്പലത്തിലല്ല പോകുന്നത്. ആടെ പോയിട്ട് 10 രൂപ ഉണ്ടാകുന്നിട്ട് ഇടയ്ക്ക് പോയിട്ട് അപ്പുറത്തെല്ലാം ഇപ്പുറത്തെല്ലാം പേരാ. ആടെ മൂപ്പറടുത്ത് പറ്റൂല. അതിന് പലരുടെ പടിയുണ്ട്. കാരണം കാട്ടിലെ വരണം, കാലിന്റെ പാത താണ്ടണം, ഒരുപാട് പടിയുണ്ട്. അങ്ങനെ പോയി വരുന്ന സ്ഥലമല്ല. അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് ആരോപണം നിലനിൽക്കുന്നുണ്ട് സർക്കാർ. പറയാൻ പറ്റില്ല. ഏത് കെട്ടിയതൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ എന്നതിനെ പറ്റി ഞാൻ പറയേണ്ടതല്ല പറഞ്ഞു. വേറൊരു കാര്യം, അയ്യപ്പന്റെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരനുഭവിക്കും. അത് മനസ്സിലാക്കി ഞാനൊരു ദൈവം, ഞാൻ എന്ന് വീരഭദ്രക്ഷേത്രം കൂടുതലാണ്. അതിനൊന്നും ഇനിയിപ്പോൾ അത് അമ്പലത്തിന് അമ്പല കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശേഷിക്കും. അത് അറിയിച്ചിട്ട് വരും. അങ്ങനെ കൊല്ലത്തെ കിട്ടുന്ന പറയുന്നത് അതുപോലെ തന്നെയാണ്. എന്നെ വിടൂലേ, സന്തോഷം.